ഇതുവരെ നമ്മളെ വീഡിയോയിൽ കാണാതിരിക്കുന്ന 2 പേരും കൂടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെച്ചാൽ ടാറ്റ 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 ടാറ്റ. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ സ്വയം എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കണമെന്ന് തോന്നി. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്കൊന്ന് റോഡിൽ പുറത്ത് അത്യാവശ്യ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പോകണം. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങളെന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. രാവിലെ തന്നെ വിറക് പറക്കിയിടണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുവാണ്. പിന്നെ മഴയായി, പിന്നെ വെയിൽ വന്നു കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ വിചാരിക്കും അവിടെ കിടക്കട്ടെ, പിറ്റേന്ന് എടുക്കാം, നാളെ അങ്ങനെ മാറ്റി ഇട്ടിരുന്ന് അവിടെ കിടന്ന് ഇപ്പം എന്തായാലും കുറേശ്ശെ പകുതി പറക്കിക്കൊണ്ട് ഇടുന്നുണ്ടേ. മുരിങ്ങയില എടുത്തുകൊണ്ട് നിന്നപ്പോൾ അപ്പുറത്തെ മോൻ വന്നിട്ടുണ്ടായിരുന്നു ട്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ ചക്ക അടക്കാൻ നിൽക്കുന്ന കണ്ട് പിന്നെ അച്ഛൻ കൊണ്ടുവന്ന് ആക്കിയപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനും കൂടെ ടാറ്റ കൊടുത്തിട്ടേ വരുവോളെന്നായി. അങ്ങനെ വഴിയിലൊക്കെ നിന്ന് അപ്പൂപ്പന് ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ കൂടെ ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ മോളെടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരും കഴിഞ്ഞ കമൻറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസം കൊണ്ടേ ഇങ്ങനെ നമ്മൾ ചക്ക കാണിപ്പിച്ച് എല്ലാവരെയും കൊതിപ്പിക്കുന്നുണ്ട്. ചക്കയും മീൻകറി അങ്ങനെയൊക്കെ ഒരെണ്ണം കുത്തി ഇളക്കി കാശിമോന് ഒരെണ്ണം കൊടുത്ത് അപ്പോൾ കാശിമോന് ഒരെണ്ണം കഴിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ ചിരിച്ചോണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഒരെണ്ണം കഴിച്ചൊക്കെ നോക്കി. മോൻ ട്യൂഷൻ പഠിക്കാനായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടൊക്കെ പോവുള്ളൂ കേട്ടോ. പോവാൻ അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ. നമ്മളെ മതിൽ ചേർന്ന് തന്നെയാണ് വീടിരിക്കുന്നത്. എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഇതിനിടയ്ക്ക് എൻ്റെ അടുത്ത് അടുക്കളയിൽ വന്നിട്ടുണ്ട്. പൂച്ച കസേര ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ ഹാപ്പിയുടെ അടുത്ത് വേല കാണിക്കണം. ഇതൊക്കെയാണ് ഇവൻ്റെ ജോലി. ട്യൂഷൻ പഠിക്കാൻ അപ്പുറത്തെ റൂമിൽ ഇരിക്കണമെങ്കിൽ നേരെ അടുക്കളയിൽ വരിക, എൻ്റെ അടുത്ത് ഇങ്ങനെ കോഷ്ടികളൊക്കെ ഇങ്ങനെ കാണിക്കുക, എൻ്റെ അടുത്ത് ഡാൻസ് കളിച്ച് കാണിക്കുക, ഇങ്ങനെ പേടിയാക്കുക. ഇതൊക്കെയാണ് ഇവൻ്റെ ജോലി കേട്ടോ. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മോള് പറയും ഞാനാണ് മോനെ പാടിക്കളയണമെന്ന് എപ്പോഴും പറയും കേട്ടോ. കൊച്ചു മക്കളല്ലേ, അവരിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ പിന്നെ ഡെയിലി നമ്മളിങ്ങനെ ചക്ക വെക്കുന്നതിനെ കൊണ്ട് പിന്നെ കഴുകി വാരി ഇതിനകത്ത് ഇടുന്നതൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് റോഡിലൊക്കെ പോകാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കുക്കറിൽ നിന്ന് നമ്മൾ മാറ്റുന്നില്ല. പിന്നെ കുക്കറിൽ വെച്ചെന്നും പറഞ്ഞ് ഒട്ടും കരിഞ്ഞു പോവേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നേരത്തെ തന്നെ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമന്ന കളറിൽ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മുളകില്ലായിരുന്നു. അപ്പോൾ മുളക് കിടന്ന് പഴുത്തു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കളർ വെച്ച് 2 മുളകുണ്ടായിരുന്നു. പിന്നെ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അരച്ച് ഇനിയിപ്പോൾ ഇതും കൂടെയൊക്കെ ഒന്ന് ഉടച്ച് ചേർത്തൊക്കെ വെച്ച് കൊടുക്കണം. പിന്നെ ഒരുപാട് പേർക്കൊന്നും അങ്ങനെ ചക്ക കിട്ടാനായിട്ടൊക്കെ ഇല്ല എന്നൊക്കെ പറയണം. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ദിവസമാണെങ്കിൽ നമ്മളെ കാസർഗോഡുള്ളൊരു ചേച്ചി ഉണ്ട് കേട്ടോ. നമ്മളെ ചേച്ചിക്കൊരു ചാനലുണ്ട്. അങ്ങനെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ട് എനിക്ക് തോന്നുന്നു 250 രൂപ കൊടുത്തങ്ങാണ്ട് ചേച്ചി ഇങ്ങനെ 3 ചക്ക മേടിച്ച് എന്ന് പറഞ്ഞു. പക്ഷേ കിട്ടിയപ്പോൾ പാവം കിട്ടാൻ മൊത്തത്തിൽ അങ്ങ് കൊത്തൻ ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വിളയാത്ത ചക്കയാണ് ചേച്ചിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ കണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്കങ്ങ് പാവം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക കഴിക്കാൻ കൊതിയായിട്ടാണല്ലോ ഇത്രയും പൈസ കൊടുത്തിട്ടൊക്കെ മേടിക്കുന്നത്. അപ്പോൾ മേടിച്ച് കൊണ്ടുവന്ന് വെട്ടി നോക്കിയപ്പോഴത്തേക്ക് ഒന്നിനും കൊള്ളാത്ത ചക്ക. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ സ്ഥലത്തും ചക്കയുണ്ട്. അപ്പോൾ എന്തായാലും ചക്ക കറിയൊക്കെ വെച്ച് പിന്നെ മീൻകറി നമുക്ക് തലേ ദിവസം വെച്ചിരുന്ന മീൻകറി ഇരിപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ മീൻകറി ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ചോറും വെച്ചിട്ടില്ല കേട്ടോ. ചോറ് വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ലേശം ഒരു പഴങ്കഞ്ഞിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറ് കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കയും പിന്നെ തലേ ദിവസത്തെ മീൻകറി പിന്നെ രസം വെച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ചക്കയും മീൻകറി രസവും കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് ദിവസം ചക്ക വെച്ചിട്ട് ഇത്തവണത്തെ ഈ ഒരു സീസണിൽ ചക്ക ആയതിന് ശേഷം നമ്മളിങ്ങനെ രസം വെച്ചിട്ടില്ലായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു രസവും കൂടെ വെക്കാമെന്ന്. പിന്നെ രസത്തിലിടാൻ വേണ്ടിയിട്ട് വറ്റൽ മുളക് ഇല്ലായിരുന്നു കേട്ടോ. മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ എല്ലാം കൂടെ കൊണ്ടുപോയി പൊടിപ്പിച്ച് പിന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ട് മുളകില്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഈ ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മുളക് തന്നെ പിന്നെ കടുക് വറക്കാനും കൂടെ ഇട്ടേ. മുളക് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും. പിന്നെ കഴിച്ചിട്ടൊക്കെ ഞാനും മോളും കൂടെയൊക്കെ ഇവിടെ കുറച്ച് സമയമൊക്കെ കിടക്കും എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കി നല്ല ചൂടുണ്ട്. ഷീറ്റിൻ്റെ ചൂടും എല്ലാം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വന്നിട്ടേ കുളിക്കുന്നുള്ളൂ. കുളിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മുഷിഞ്ഞല്ലേ വന്നത്. പിന്നെ ഷോള് ഞാൻ ഇങ്ങനെയാണ് കുത്തുന്നത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ബാക്കിലൊന്ന് പിടിച്ച് കെട്ടുമ്പോഴത്തേക്ക് മനസ്സിന് എനിക്കൊരു സമാധാനം കിട്ടും. തല കെട്ടുന്നതും അങ്ങനെ തന്നെയാണ് കെട്ടുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ കെട്ടിയാലേ എനിക്കൊരു യഥം പോലെ വരത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മോളാണെന്നുണ്ടെങ്കിൽ ചെറിയ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ
പിന്നെ നമ്മൾ ഈ കാണുന്ന വീടുണ്ടല്ലോ വലത് സൈഡിൽ, ഇവിടെയാണ് കേട്ടോ ഞാൻ മീൻ മേടിക്കാനായിട്ടൊക്കെ കയറി വരുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഈ ഒരു വീട്ടിൽ ഇപ്പോഴാണ് മതിലൊക്കെ കെട്ടിയത് വലത് സൈഡിൽ. അപ്പോൾ ഇതിനകത്തുള്ള ഈ വീട്ടിലാണ് നമ്മൾ മക്കൾ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇവിടെ വരുന്നത്. അങ്ങനെ എന്തായാലും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പോകുന്ന വഴിയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഞാനിപ്പോൾ ഇറങ്ങണമെന്ന് വെച്ചാൽ 2-3 ദിവസം കൊണ്ടേ എൻ്റെ മനസ്സിൽ കിടക്കുന്ന കാര്യമാണ്, എന്തായാലും റോഡിൽ പോകണം, മേടിക്കണം. എന്തോ എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു തൃപ്തിക്കുറവ് പോലെയും പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു നമുക്ക് സ്വയം നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ നമ്മളെ മനസ്സിലിങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ അത് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനം എടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ്, ഏതൊരു കാര്യത്തിനും നമുക്ക് തീരുമാനം എടുക്കാം. അങ്ങനെ എന്തായാലും ഞാനും മോളും കൂടെ ഇറങ്ങി വന്നപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇറങ്ങി. ഇവിടെ ഒരു ഇറക്കമാണ് കേട്ടോ. കയറി വരുമ്പോഴത്തേക്ക് നല്ലൊരു കയറ്റമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എപ്പോഴും കയറി വരുമെന്ന് അറിയാനും വയ്യ. അങ്ങനെ എന്തായാലും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ ആ പള്ളിയിൽ അവിടെ എത്തുമ്പോൾ അവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. മൊത്തം ഇളക്കിയിട്ടിരിക്കുന്നത് തുടങ്ങിയിട്ടില്ല, സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പാലത്തിൻ്റെ പണിയൊക്കെ ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അവിടെയൊക്കെ നല്ല പണി കാര്യങ്ങൾ. ഇപ്പോൾ അതുവഴി നമുക്ക് ജംഗ്ഷൻ വഴി കയറി വേണമെന്നുണ്ടെങ്കിൽ പോകാൻ, തിരിച്ച് വരുമ്പോൾ മാത്രം നമ്മൾ അതിലേക്കൂടെ വരും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളത് തൽക്കാലത്തേക്ക് ഇപ്പോൾ പോകാനുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ ഇതിലേക്കൂടെ വന്നിട്ടുള്ളവർക്കറിയാം, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ചെറിയ ചെറിയ വീഡിയോയും കൂടെയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച്. പിന്നെ നമ്മൾ ഈ സൗണ്ട് എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചപ്പാട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മെഷീൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന, ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ കൊണ്ട് കോപ്പിറൈറ്റൊക്കെ വരും. അങ്ങനെ എന്തായാലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ സ്റ്റാൻഡ് കയറിയിട്ട് പിന്നെ ഒരു വീഡിയോ എടുക്കില്ല. എനിക്ക് എന്താ റോഡിൽ ഇറങ്ങിയിട്ട് ഇതുവരെ നമ്മളങ്ങനെ ചെറിയ ചെറിയ അറ്റവും മൂലമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ചെറിയ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. റോഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇടത് സൈഡിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രം എന്ന് പറയും, അതായത് വണ്ടിയൊക്കെ കഴുകുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ പിന്നെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കണ്ടിട്ടില്ലാത്തവരെന്തായാലും കാണുക. ഇതാണ് നമ്മളെ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പണ്ട് മുതലേ മക്കൾ ചെറുതായിരുന്ന സമയത്തേ ഇതിനകത്തൊരു ഫാൻസി കട ഉണ്ട്. പണ്ട് തൊട്ടേ ഞാൻ ഈ ഒരു കടയിൽ വന്നിട്ട് സാധനം മേടിക്കുള്ളൂ. എല്ലാ കടകളിലും കയറി ഇറങ്ങി അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഏതെങ്കിലും ഒരു കട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് മാത്രമേ ഞാൻ സാധനം മേടിക്കത്തുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് മേടിക്കുന്നതാണ്. പിന്നെ അറിയാമല്ലോ നമ്മൾ ഇടുന്ന കമ്മലും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കമ്മൽ മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. വേറെ കടകളിൽ കയറി നമുക്ക് ഇഷ്ടത്തിന് കിട്ടത്തില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചേരുന്ന കമ്മൽ ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. ഞാൻ ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള എടുക്കുന്നതിനെ കൊണ്ട് ഇവിടെ വന്നിട്ടേ എടുക്കത്തുള്ളൂ. ഇവിടെ തന്നെ ഇത് ഉണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഇറക്കുള്ള കമ്മലൊന്നും നമ്മൾ ഇട്ടിട്ടില്ലാത്തതിനെ കൊണ്ട് നമുക്കത് അങ്ങനെ ഒരു ശീലവും ഇല്ല. പിന്നെ ഇടുന്നവരും ഉണ്ട് ഇഷ്ടം പോലെ കമ്മലൊക്കെ, ശരിക്കും നല്ല മോഡൽ കമ്മലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് നിറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം തീർന്ന് വിഷു വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരും കയറി ഒത്തിരി സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല കളക്ഷനും കാര്യങ്ങളും ഒക്കെ എടുത്ത് വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്മൽ വാങ്ങിക്കൊണ്ട് പോയാലും കുറേ നാൾ നമ്മൾ ഇട്ടിരുന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ കളറൊന്നും മങ്ങിയാലും കല്ലിളകി പോകത്തില്ല. കല്ല് അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ എന്തായാലും പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ മാലയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വള, പിന്നെ കുപ്പിവള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ഡസൻ കുപ്പിവളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു വീഡിയോയും കൂടെയൊക്കെ എടുത്ത് അങ്ങനെ ക്യൂടെക്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരെണ്ണം നോക്കി കേട്ടോ. ഞാൻ വിചാരിച്ചൊരു കളർ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. സ്ഥിരം മേടിക്കുന്ന ഒരു കളറുണ്ട് കേട്ടോ. അപ്പോൾ അത് കിട്ടാത്തതിനെ കൊണ്ട് പിന്നെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ കടയിൽ വന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു മോൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മോന് 1.5 വയസ്സായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ ജനിച്ചിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റോടെ ഇരിക്കുന്ന സമയത്ത് ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ ഈ കടയിൽ ഇങ്ങനെ ഇവിടുത്തെ ഇക്കാടെ വൈഫ് ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ നല്ല കൂട്ടാണ്. അങ്ങനെ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് മോനാണെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും കളിയും ചിരിയും. പിന്നെ മോളെ കണ്ടപ്പോഴത്തേക്ക് മോൾക്ക് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ ഇതേ കണക്കുള്ള വേലകളൊക്കെ കാണിക്കണം. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പറക്കി എറിഞ്ഞോളാൻ വയ്യാതിരിക്കുന്നു കേട്ടോ. അങ്ങനെ കൈയൊക്കെ അങ്ങ് വിരുവിര ആകുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ പോകാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ മോൾക്ക് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. കൈ വെച്ചൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പ്ലെയിൻ കിസ്സൊക്കെ കൊടുത്ത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു കടയിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നും കയറി ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായി, ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നടന്ന് കയറി പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് തൊട്ടടുത്താണല്ലോ. അതുകൊണ്ട് പിന്നെ ഓട്ടോ വിളിച്ച് പോകണ്ടേ. ഓട്ടോ വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ 30 രൂപ കൊടുക്കണം ചുമ്മാ. പിന്നെ ഞാൻ വിചാരിച്ച് 30 രൂപ എന്തിനു കളയുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കടയിൽ വന്ന് കയറണമായിരുന്നു. മുളകില്ലായിരുന്നു. പിന്നെ മോക്ക് ഇത്തിരി മുന്തിരിങ്ങയും കൂടെ മേടിക്കണമായിരുന്നു. അങ്ങനെ അതുമൊക്കെ മേടിച്ച്
പിന്നെ എനിക്ക് തുണിക്കടയിൽ അപ്പുറത്ത് കടയിൽ എനിക്കൊന്ന് കയറണം കേട്ടോ. അതെന്തിനാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം, എന്തിനാണ് ഞാൻ കടയിൽ കയറുന്നതെന്ന്. അങ്ങനെ എന്തായാലും ഇവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ തുണിക്കടയിലും കയറിയിട്ട് ഇപ്പം നമ്മൾ ജംഗ്ഷൻ വഴി ഇറങ്ങി പാലത്തിൻ്റെ അതുവഴിയുള്ള റോഡാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കയറിപ്പോണം. നല്ല ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. പള്ളിയുടെ അവിടെയൊക്കെ വെട്ടമൊക്കെ വീണിട്ടുണ്ട്, വെട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ലൈറ്റും വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ പേടിക്കാൻ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇറങ്ങി വന്നിട്ട് കയറിപ്പോവുക എടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മോള് പഠിച്ചിട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മഴയും ഇരുട്ട് വീഴുന്ന സമയമാണെങ്കിൽ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കും, പിന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊടി ഐറ്റങ്ങളൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന റോഡിൻ്റെ പണിക്കായിട്ടൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പോയത് ആ പള്ളിയുടെ സൈഡിൽ കൂടെ ഒരു റോഡുണ്ട് കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട്, ഈ സൈഡിൽ കൂടെ ഇടത് സൈഡിൽ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോയത്. പിന്നെ ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കയറിപ്പോണം. മോനാണെങ്കിൽ വന്നിട്ടില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. പിന്നെ മാതാവിൻ്റെ അവിടെയും പിന്നെ പോസ്റ്റിലും ഒക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നമ്മൾ, എനിക്ക് തോന്നുന്നു നേരത്തെ ഇതുപോലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊരു ടീച്ചറിൻ്റെ വീട്ടിൽ മതിലിങ്ങനെ പൂത്ത് നിന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ റോഡും വഴിയും ഒക്കെ കാണിച്ചത് നമ്മളെ പുതിയാവ് ഉത്സവത്തിൻ്റെ അന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാതാവിന് നമ്മൾ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ആരെങ്കിലും വന്നിട്ടില്ല കേട്ടോ, ആരും വന്നിട്ടില്ല. പിന്നെ എല്ലാവരും വരും, മെഴുകുതിരി കത്തിക്കും. ചിലപ്പോഴും ഒരു സ്ഥിരമായിട്ട് വരും കേട്ടോ. അതെനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മാതാവിനെ, അത്രയ്ക്ക് നല്ല ഇഷ്ടമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും മാതാവ് ഇങ്ങനെ ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്കങ്ങനെ തോന്നും, വന്ന് നല്ല ഐശ്വര്യമാണ്. പിന്നെ ഞാൻ തുണിക്കടയിൽ കയറി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൈ ഇറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 കൈയുള്ള നൈറ്റി മേടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. പക്ഷേ വീഡിയോ ഇടുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ മുട്ടിൻ്റെ അവിടെ, അതായത് അരക്കൈയുള്ള ഉടുപ്പിടുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൈയുടെ ഇങ്ങനെ ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തിക്കുറവ് പോലെ എന്തോ പോലെ തോന്നിയിട്ട് അങ്ങനെ എന്തായാലും പോയി ഒരു 3 നൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തതാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഷോൾ ഇടുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ നൈറ്റി കൈ ഇറക്കമില്ലാത്ത അരക്കൈ നൈറ്റി ഇടുന്ന ഒരുപാട് പേര് അങ്ങനെ ഇടുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ. അരക്കൈ നൈറ്റി ഇടുന്ന സമയത്തുണ്ടല്ലോ, ഷോള് പിടിച്ച് കൈയുടെ അങ്ങോട്ടൊക്കെ മറച്ച് വെക്കണം, ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വെക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഷോൾ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്കിപ്പം കൈയിറക്കമുള്ള ഉടുപ്പാണെന്നുണ്ടെങ്കിൽ കൈയുടെ അങ്ങോട്ട് ഷോള് പിടിച്ചിടേണ്ട ആവശ്യമില്ല. നമുക്ക് കഴുത്തിൽ ഇങ്ങനെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മറച്ച് നമുക്ക് ഷോൾ ഇട്ടാൽ മതിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും 3/4 നൈറ്റ് ഒരു 2-3 മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് ഇറങ്ങി പോയത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയാൻ മറക്കല്ലേ. പിന്നെ പേസ്റ്റ് മേടിച്ച് പിന്നെ ഒരു വള, ഈ ഒരു ഡസൻ വള മേടിച്ചെന്ന് വെച്ചാൽ എൻ്റെ കൈ കിടക്കുന്ന വള വിറകെടുക്കാൻ പോകുമ്പോഴും അതൊന്നും ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം പൊട്ടിപ്പോവേ. പിന്നെ കമ്മൽ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമുക്കതെന്തായാലും ഇട്ട് നോക്കി ഒന്ന് കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് ഒരു മനസുഖം അങ്ങനെ എന്തായാലും. പിന്നെ ഈ ഒരു നൈറ്റ് ഞാൻ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് അത്രയും നല്ലൊരു സെറ്റായിട്ട് എനിക്ക് തോന്നി. കൈയുടെ അവിടെയൊക്കെ നോക്കിയപ്പോൾ നല്ലൊരിതായിട്ട് തോന്നി. ഈ ഒരു നൈറ്റ് വാങ്ങിയത് കാരണമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മറ്റുള്ള വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കാനും പിന്നെ എനിക്കെന്തോ അങ്ങനെ ഒരു കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു നൈറ്റി ഇട്ട് കണ്ടപ്പം എൻ്റെ മനസ്സിന് ഒരു സന്തോഷവും മനസ്സിനൊരു തൃപ്തി പോലെ വന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുപോലത്തെ ഒരു 2-3 നൈറ്റി മേടിക്കുക, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചും കൊണ്ടാണ് കേട്ടോ. പിന്നെ കുളിച്ചിട്ടൊക്കെ ഇനി കയറി വന്നിട്ട് പിന്നെ എല്ലാം പറക്കിയൊക്കെ വെച്ച് പിന്നെ ഇത്തിരി മുളകും പിന്നെ ചെറിയ തക്കാളി അങ്ങനെ മേടിക്കണമായിരുന്നു. അതൊക്കെ അങ്ങ് അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കറണ്ട് വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്ത് വളയിട്ട് നോക്കുന്നില്ല. കമ്മലിട്ട് നോക്കുമ്പം മനസ്സിനൊരു സമാധാനം. അങ്ങനെ എന്തായാലും കമ്മലൊക്കെ ഇട്ടതാണ്ട് ഈ കമ്മലാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ അല്ലാത്തൊരു കമ്മലും കൂടെ എടുത്തിട്ടുണ്ട്. 1-2 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞ് 2 കമ്മലും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ജോഡി കമ്മൽ ഞാൻ ഇട്ട് കേട്ടോ, നല്ല ചുമപ്പ് കമ്മൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. അങ്ങനെ ഇതിലുള്ള 2 മോഡൽ കമ്മൽ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. പിന്നെ തോറത്തൊക്കെ മേടിക്കണമായിരുന്നു, അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ കണ്ണിൽ കാണാനില്ലാത്ത കുഞ്ഞ് 2 കമ്മലും കൂടെ എടുത്തിട്ടുണ്ട്. അത് മോക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇപ്പോഴും മോൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിരിക്കുവാണെങ്കിൽ എനിക്കിടാം. പിന്നെ രാത്രിയിൽ കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഊരി വെക്കുന്നത് വെച്ചാൽ കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ആണി നീണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കയറി ചിലപ്പോൾ നമ്മളിങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെവിയുടെ മടക്കിലൊക്കെ കയറി കൊള്ളു കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് മുറിയുകയൊക്കെ ചെയ്യും. പിന്നെ ചിലപ്പോഴും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ ഇടാറില്ല, കമ്മലൊക്കെ ഊരി വെക്കും. അപ്പോൾ ഇതൊക്കെയാണ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുങ്ങി പോകുന്ന കാര്യത്തിലാണെങ്കിൽ ഏതൊരു കാര്യത്തിനും അവനവന് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ വേറൊരാൾ പറഞ്ഞു തന്നിട്ട് വേറൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടോ അല്ല ഒരാൾ ചെയ്യാനായിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും കമ്മലും വാങ്ങിച്ച് നൈറ്റി പിന്നെ അല്ലറ ചില്ലറ സാധനമൊക്കെ മേടിച്ചും കൊണ്ടൊക്കെ കയറി വന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന മുട്ടൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് കുഞ്ഞു മോളുണ്ട് കേട്ടോ, പൊടിമൊക്കെ. കാശിയുടെ അനിയത്തി ഉണ്ടല്ലോ, കാശിയുടെ അനിയത്തിക്കാണ് പൂ വെച്ച് കൊടുക്കണം. കുഞ്ഞാണ് കേട്ടോ, തലയിൽ വയ്ക്കാൻ മുടിയൊന്നും ഇല്ല. അപ്പോൾ ഇതിനിപ്പോൾ രാവിലെ പറിച്ച് കെട്ടി കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് പറിച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.